ഇന്ന് നമ്മൾ SSLC മാത്സിലെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയപ്പെടുന്ന ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഇതിലാകെ 5 ടോപ്പിക്സേ നമുക്ക് പഠിക്കാനുള്ളൂ. ഈ വീഡിയോയിൽ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്തടുത്ത വീഡിയോസിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഈ ചാപ്റ്ററിലാകെ 5 ടോപ്പിക്സ് ആണുള്ളത്. ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 45, 45, 90 ഡിഗ്രി ആംഗിൾസ് വരുന്ന ഒരു ട്രയാങ്കിളിനെ പറ്റി പഠിക്കാനുണ്ട്. രണ്ടാമതായിട്ട് 30, 60, 90 ആംഗിൾസ് വരുന്ന ഒരു ട്രയാങ്കിളിനെ പറ്റി പഠിക്കണം. മൂന്നാമതായിട്ട് സൈൻ, കോസ്, ടാൻ അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കുക. നാലാമതായിട്ട് ലെങ്ത് ഓഫ് കോഡ്, അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. L = 2r sin c/2 എന്ന് പറയുന്ന ഇക്വേഷനെ പറ്റിയും പഠിക്കും. അഞ്ചാമതായിട്ട് ആംഗിൾ ഓഫ് ഇലവേഷൻ ആൻഡ് ഡിപ്രഷൻ. ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും വരാറുള്ളത്. ഈ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് ഷുവറാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗം കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതുപോലെ ഇവിടെ നിന്നാണ് ചിത്രം വരയ്ക്കാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ട്രയാങ്കിളിനെ പറ്റി പഠിക്കാം. ആദ്യം നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ റേഷ്യോ നോക്കാം. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആണ്. ഓക്കെ, 45ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് 1 എന്ന റേഷ്യോയിലാണുള്ളത്. അടുത്ത 45ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡും 1 എന്ന റേഷ്യോയിലാണുള്ളത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് √2 എന്ന റേഷ്യോയിലാണുള്ളത്. ഓക്കെ, ഓപ്പോസിറ്റ് എന്ന കാര്യം എന്തായാലും മറക്കരുത്. കാരണം ചിലരെങ്കിലും വിചാരിച്ചിരിക്കുന്നത് 45 ഡിഗ്രീൻ്റെ അടുത്തുള്ള സൈഡ് 1 എന്ന റേഷ്യോ ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ തെറ്റും. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആണെന്നുള്ള കാര്യം മറക്കരുതേ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ലെങ്ത്ത് വന്നു, അത് തന്നെയായിരിക്കും ഇവിടെയും വരിക. ഇവിടുത്തത് കണ്ടെത്തണമെങ്കിൽ ഇതിൻ്റെ കൂടെ *√2 ചെയ്താൽ മതി. അതായത് 1, 1, 1 × √2. അപ്പോൾ ഇവിടെ 5, 5, 5 × √2, 3, 3, 3 × √2 ആ രീതിയിലാണ് പോവുക. ഓക്കെ, ഇവിടെ എന്ത് ലെങ്ത്ത് ആയിരുന്നു അത് തന്നെയായിരിക്കും ഇവിടെ, അതേ *√2 ചെയ്താൽ ഈ ലെങ്ത്ത് കിട്ടും. ആ രീതിയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും. നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്. ഒരു ആംഗിൾ 90 ഡിഗ്രിയും അടുത്ത 2 ആംഗിൾസ് 45 ഡിഗ്രി ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ABC എന്നാണ് ട്രയാങ്കിളിൻ്റെ പേര്. എന്നിട്ട് നമുക്ക് ഇങ്ങനെയും കൂടി പറയും. ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് തരും. ഇപ്രാവശ്യം നമുക്ക് 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 3 സെൻറ്റിമീറ്റർ ആണെന്ന് എടുക്കാം. ഓക്കെ, ഇത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് AC-ൻ്റെ ലെങ്ത്തും BC-ൻ്റെ ലെങ്ത്തും ആണ് കണ്ടുപിടിക്കാൻ പറയുക. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാമെന്ന് നോക്കാം. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ 3 ആംഗിൾസും തരൂല, 2 ആംഗിൾസേ തരുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മൂന്നാമത്തെ ആംഗിൾ എന്താണെന്നുള്ളൊരു ഐഡിയ വേണം. ഇപ്പോൾ 1945 തരുന്നെങ്കിൽ ഈ ട്രയാങ്കിൾ ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മൂന്നാമത്തെ ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് നമുക്ക് ഓർക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൂടി ഓർത്താൽ മതി. നമ്മുടെ ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിൾസ് ആഡ് ചെയ്താൽ 180 കിട്ടണം. അപ്പോൾ 90 + 45 135 ആണ്. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ ആഡ് ചെയ്തിട്ട് വേണം 180 കിട്ടാൻ. അപ്പോൾ ഇവിടെ 45 ആണ് വരാമെന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അങ്ങനെയും നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത് പഠിച്ചത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ആ ഒരു രീതിയിൽ തന്നെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെയാണ് ആംഗിൾസ് വരിക. ഇനി അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് AB-ൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണെന്നുള്ളതാണ്. BC-ൻ്റെതും AC-ൻ്റെതും ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്കറിയുന്ന കാര്യം എന്താണ്, ആ ട്രയാങ്കിളിൻ്റെ റേഷ്യോ നമുക്കറിയാം. അത് നമ്മൾ എഴുതി കൊടുക്കുക. 45, 45, 90 ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്താണ്? 1:1:√2. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ ഏത് സൈഡാണ് തന്നിട്ടുള്ളത്? ഒരു 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 3 ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 3 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതും 3 ആയിരിക്കും. കാരണം ഇവിടെ എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ. അപ്പോൾ അതും 3 ആയിരിക്കും. അതിന് ഇവിടെ വരുന്ന നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? *√2 ചെയ്താൽ മതി അല്ലേ? 1, 1, 1 × √2. അപ്പോൾ 3, 3, 3 × √2, 3√2. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ സൈഡ്സും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുക. ഫസ്റ്റ് നമ്മളോട് ചോദിച്ചത് BC-ൻ്റെ ലെങ്ത്ത് ആണെങ്കിൽ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ്. 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 3 ആണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 3√2 ആണ്. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 3√2. വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യനും കൂടി എടുക്കുകയാണ്. ഇത് റഫ് ഫിഗർ ആക്കാം കേട്ടോ. 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി ട്രയാങ്കിൾ. ABC എന്ന് തന്നെ പേരിടാം. ഏതെങ്കിലും ഒരു സൈഡ് തരും. ഇപ്രാവശ്യം നമ്മൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് തരുന്നത്. ഒരു 6√2.
ഓക്കെ, എന്നിട്ട് നമ്മളോട് ബി സിയും എ ബിയും കണ്ടുപിടിക്കാനാണ് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ ഈ ട്രയാങ്കിൾ ഏതാണെന്നുള്ള ആ ഒരു ഇത് എഴുതി വെക്കുക. 45, 45, 90. പിന്നെ അതിൻ്റെ റേഷ്യോ എഴുതി വെക്കുക. 1:1:√2. നമുക്കിവിടെ തന്നിട്ടുള്ളത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ്. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് 6√2 എന്ന് എഴുതി കൊടുക്കാം. നമുക്ക് ഈ ഒരു ലെങ്ത്തും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെയും എന്താണോ അത് കഴിഞ്ഞിട്ട് √2 ചെയ്താലാണ് ഇത് കിട്ടുക. ഇവിടെ 6√2 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും 6 ആയിരിക്കില്ലേ? കാരണം 6 × √2 ആണ് 6√2. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ ഇപ്പുറം 6 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ബി സി എന്താണ്, എ ബി എന്താണ്. അപ്പോൾ ബി സി എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ്, അത് 6 ആണ്. എ ബി എന്ന് പറയുന്നതും അടുത്ത 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ്, അതും 6 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം. വളരെ എളുപ്പമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഫസ്റ്റ് തന്നെ റേഷ്യോ എഴുതി കൊടുക്കാം, പിന്നെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് എടുക്കാം. ടോപ്പിക് എന്താണ്? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസ് വരുന്ന ട്രയാങ്കിളിനെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചൊരു ട്രയാങ്കിളിൽ ഒരു റേഷ്യോ ഉണ്ടായിരുന്നു അല്ലേ? 45, 45, 90, 1:1:√2. ഈ ട്രയാങ്കിളുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1:√3:2. അപ്പോൾ കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റേഷ്യോ നിങ്ങൾ ബൈഹാർട്ടാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ 1. 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ റേഷ്യോ 1. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ റേഷ്യോ √3. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ റേഷ്യോ √3. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ റേഷ്യോ 2. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ റേഷ്യോ 2. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് ഈ ട്രയാങ്കിൾ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരാൻ പോകുന്നത്? അതായത് നമുക്കൊരു ട്രയാങ്കിൾ തരും. ചിലപ്പോൾ നമുക്ക് 2 ആംഗിൾസ് തരും, ചിലപ്പോൾ 3 ആംഗിൾസും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി. അപ്പോൾ ഇത് 30 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്കറിയാം, കാരണം നമ്മൾ ഈ ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 30 ഡിഗ്രി. അതിന് നമുക്ക് ഇതിന് നമുക്കൊരു പേരിടാം, ABC. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ തന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ടാവും. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഒരു 4 സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിക്കാൻ പോകുന്നത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്താണ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്താണ്. അഥവാ ക്വസ്റ്റ്യനിൽ AB = 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. BC = എത്ര നമ്മൾ എഴുതണം. അതുപോലെ AC = എത്ര എന്നുള്ളതും എഴുതണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സൈഡിലായിട്ട് 30, 60, 90 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിളുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1:√3:2. ഓക്കെ, അത് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഏത് ലെങ്ത്താണ് തന്നിട്ടുള്ളത്? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 4 ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 1ൻ്റെ ഓപ്പോസിറ്റ് 4 ആണെന്ന് നമ്മൾ എഴുതി കൊടുക്കുക. ഓക്കെ, 1ൻ്റെ ഓപ്പോസിറ്റ് എന്നല്ല, 1ൻ്റെ നേരെ ആ 1 എന്ന റേഷ്യോയിൽ വരുന്ന നമ്പർ 4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ എന്ത് വരും, അതേ നമ്മൾ കണ്ടുപിടിക്കണ്ടു. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 8 ആയിരിക്കില്ലേ? മനസ്സിലായോ? 1 × 2 ആണ് 2. അപ്പോൾ ഇവിടെ 4 × 2 8. ഇത് 8 ആണെന്ന് കിട്ടി. ഇനി ഇവിടെ എന്താ? ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ √3 ആണ്. അതായത് 1 × √3 ആണ് √3. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 4 × √3 അഥവാ 4√3 വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം? BCൻ്റെ ലെങ്ത് എന്താ? BC എന്ന് പറയുന്നത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 4√3. ഇനി അടുത്ത് ചോദിക്കുന്നത് ACൻ്റെ സൈഡ്. AC എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 8 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ഞാൻ വരക്കുന്ന ഫിഗറൊക്കെ കുറച്ച് തെറ്റായിരിക്കും. ഞാൻ പെട്ടെന്ന് വീഡിയോയിൽ ചെയ്യുന്ന ഫിഗർ ആയതുകൊണ്ട് ക്ലിയർ ആയിട്ടൊന്നും ഞാൻ വരക്കുന്നില്ല. ഞാൻ ജസ്റ്റ് റഫ് ഫിഗറാണ് വരക്കുന്നത്. ഓക്കെ, നമുക്ക് ABCൻ്റെ പേരിടാം.
ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ടാവും. ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 13ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് തന്നിട്ടില്ലേ, ഇപ്രാവശ്യം നമുക്ക് 16ൻ്റെ ഓപ്പോസിറ്റുള്ളത് എടുക്കാം. 16ൻ്റെ ഓപ്പോസിറ്റ് ഒരു 6√3 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡും, അഥവാ AB-യും AC-യും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ BC = 6√3 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് AB-ൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം, AC-ൻ്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കണ്ടാൽ നമ്മൾ ആദ്യം റേഷ്യോ ചെയ്താൽ 30, 60, 90 ഡിഗ്രി ട്രയാങ്കിൾ ആണ്. റേഷ്യോ വരുന്നത് 1:√3:2. ഓക്കെ, ഇനി നമുക്കിവിടെ ഏത് സൈഡാണ് തന്നിട്ടുള്ളത്? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 6√3 ആണെന്ന് തന്നിട്ടുണ്ട്. അത് എഴുതി കൊടുക്കുക, 6√3. ഇവിടെയുള്ള നമ്പറിനെ √3 ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതുക. അപ്പോൾ ഇവിടെ 6√3 ആണെങ്കിൽ ഇവിടെയുള്ള നമ്പർ 6 ആയിരിക്കില്ലേ? കാരണം 6 × √3 ആണ് 6√3. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 1 ആയതുകൊണ്ട് ഇവിടെ 2 ആണ്, അതായത് 1 × 2 2. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 × 2 12. വളരെ ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ തന്നെ ആൻസർ എഴുതി കൊടുക്കുക. ഫസ്റ്റ് ചോദിക്കുന്ന AB-ൻ്റെ ലെങ്ത്, അഥവാ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത് 6 സെൻറ്റിമീറ്റർ. പിന്നെ ചോദിക്കുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള AC-ൻ്റെ ലെങ്ത്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ലെങ്ത് 12, അപ്പോൾ 12 സെൻറ്റിമീറ്റർ. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ആൻസർ ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ. നമ്മൾ വേറെ ട്രിഗണോമെട്രീൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന വീഡിയോയിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ടോപ്പിക്കിൽ നമ്മൾ സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുമ്പം ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മളിവിടെ നോക്കുന്നത് സൈൻ A എന്താണ്, കോസ് A എന്താണ്, ടാൻ A എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. സൈൻ A എന്ന് പറയുമ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് എഴുതുന്നത്, വീഡിയോയിൽ കുറച്ച് ലെങ്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കോസ് A എന്ന് പറയുമ്പം ആംഗിളിൻ്റെ അടുത്തുള്ള ആൾ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഈ ഹൈപ്പോട്ടനസ് ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ ഇപ്പോൾ ഇങ്ങനെ തന്നുകൊണ്ട് നമുക്ക് ഹൈപ്പോട്ടനസ് ഇതാണെന്ന് നമുക്കറിയാം. പക്ഷേ ട്രയാങ്കിൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പോട്ടനസ് എങ്ങനെ കണ്ടെത്തും? വളരെ എളുപ്പം. ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ എന്തായാലും 90 ഡിഗ്രി നമുക്ക് തരുമല്ലോ. കാരണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ മാത്രമേ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി തരും. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡായിരിക്കും ഹൈപ്പോട്ടനസ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡായിരിക്കും ഹൈപ്പോട്ടനസ്. ഇനി പിന്നെ പഠിക്കാനുള്ളത് ടാൻ A എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, സൈൻ A ബൈ കോസ് A ആണ്. ഇത് ഡിവൈഡ് ബൈ ഇത്, അതായത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടനസും കട്ടാവും. ടാൻ A എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അതായത് ടാൻ A എന്ന് പറയുമ്പം എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ്. മനസ്സിലായില്ലേ? സൈൻ A എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, കോസ് A എന്ന് പറയുമ്പം അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്, ടാൻ A എന്ന് പറയുമ്പം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഇതിൽ നിന്ന് ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് തീരില്ല, കുറച്ചധികം ഉണ്ടാവും, കുറച്ച് വീഡിയോ ലെങ്ത് ആയിപ്പോവും. അപ്പോൾ ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് വാല്യൂസിൻ്റെ ഒരു ടാബിൾ പഠിക്കാനുണ്ട്. അതായത് sin 0, sin 30, sin 45, sin 60, sin 90 ഇതിൻ്റെയൊക്കെ വാല്യൂസ് പഠിക്കണം. അതുപോലെ തന്നെ കോസിൻ്റെയും ടാൻ്റെയും ഒക്കെ വാല്യൂസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വാല്യൂ ടേബിൾ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ട്രിക്ക് വെച്ചിട്ടാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. ഒരുപാട് ട്രിക്സ് ഉണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമാണെന്ന് തോന്നുന്നൊരു ട്രിക്ക് വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ്റെ ടേബിൾ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നേരെ ഇവിടെ ആയിട്ട് 0 മുതൽ 4 വരെ എഴുതി കൊടുക്കുക. 0, 1, 2, 3, 4. അങ്ങനെ എന്ത് ചെയ്യുക, ഓരോ നമ്പറിനെയും ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി എല്ലാത്തിനും
റൂട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തില്ലേ? ഇനി ഇതിൻ്റെ എല്ലാം വാല്യൂ എഴുതിയാൽ നമുക്ക് sin 0 എത്രയാണ്, sin 30 എത്രയാണ്, sin 45 എത്രയാണ്, sin 60 എത്രയാണ്, sin 90 എത്രയാണ്, അത് നമുക്ക് കിട്ടും. ഈ സൈൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോസും ടാനും വളരെ എളുപ്പത്തിൽ കിട്ടും. നമുക്ക് നോക്കാം. 0/4 എത്രയാണ്? 0 ഏത് നമ്പറും 0 ആണ്. അതിൻ്റെ റൂട്ടിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ 0 തന്നെയാണ് ആൻസർ. അല്ലെങ്കിലും 0 ആണ് ആൻസർ. റൂട്ട് 0 എന്ന് പറയുന്നതും 0 ആണ്. ഓക്കെ, ഇനി 1/4. റൂട്ട് 1 എന്ന് പറയുന്നത് 1 ആണ്. റൂട്ട് 4 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ 1/2. ഓക്കെ, അതിന് റൂട്ട് 2/4നെ നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് റൂട്ട് 1/2 എന്ന് എഴുതി കൂടെ അല്ലേ? 2/4നെ സിംപ്ലിഫൈ ചെയ്ത് 1/2 എന്ന് എഴുതി. ഈ റൂട്ട് 1/2നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 1 എന്ന് പറയുന്നത് 1 ആണ്. റൂട്ട് 2ന് വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതി കൊടുക്കുക? റൂട്ട് 2 തന്നെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇതായിരിക്കും sin 45ൻ്റെ വാല്യൂ. sin 60ൻ്റെ വാല്യൂ എന്ന് പറയുമ്പം റൂട്ട് 3/4 ആണ്. റൂട്ട് 3 എന്ന് പറയുന്നത് റൂട്ട് 3 തന്നെ അല്ലേ? അതിനൊരു കൃത്യമായിട്ടൊരു നാച്ചുറൽ നമ്പർ ഇല്ല. ഇനി റൂട്ട് 4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ റൂട്ട് 3/2. റൂട്ട് 4/4. റൂട്ട് 4/4 എന്ന് പറയുമ്പോൾ 4/4 1 ആണ്. അപ്പോൾ റൂട്ട് 1 എന്ന് എഴുതി. റൂട്ട് 1 1 ആണ്. അപ്പോൾ ഇതാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ നമുക്ക് sin 0 എത്രയാണ്, sin 30 എത്രയാണ്, sin 45 എത്രയാണ്, sin 60 എത്രയാണ്, sin 90 എത്രയാണെന്നുള്ളതിൻ്റെ വാല്യൂസ് കിട്ടി. ഇനി കോസിൻ്റെയും ടാൻ്റെയും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പം. സൈൻ്റെത് നമ്മൾ താഴേക്ക് എഴുതിയില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് താഴെന്ന് മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ കോസിൻ്റെ ആയി. സൈൻ്റെ ഏറ്റവും മുകളിൽ എഴുതിയത് 0 ആണ്. അത് ഇവിടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 അത് ഇവിടെ ഇട്ട് കൊടുക്കുക. പിന്നെ 1/√2 അത് ഇവിടെ ഇട്ട് കൊടുക്കുക. പിന്നെ റൂട്ട് 3/2 പിന്നെ 1. അപ്പോൾ കോസ് 0 1 ആണ്. കോസ് 30 റൂട്ട് 3/2 ആണ്. കോസ് 45 1/2 ആണ്. കോസ് 60 1/2 ആണ്. സോറി 1/2 അല്ല കേട്ടോ, ഇവിടെ 1/√2 അല്ലേ അല്ലേ? ഇതിൻ്റെ നേരെ ഇത് തന്നെയാണ് വരിക അല്ലേ? നമ്മൾ താഴ്ന്ന മുകളിലേക്ക് ഞാൻ ജസ്റ്റ് മാറിപ്പോയതാണേ. അപ്പോൾ 1/2 ആണ്. പിന്നെ കോസ് 90 0 ആണ്. ഓക്കെ, അങ്ങനെ എഴുതി കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ടാൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടാൻ ഈസ് ഈക്വൽ ടു സൈൻ ബൈ കോസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിവൈഡ് ബൈ ഇത് ചെയ്താൽ മതി, സൈൻ ബൈ കോസ് ചെയ്താൽ മതി. 0/1 0. അപ്പോൾ ടാൻ 0 0 ആണ്. ഇനി ഇവിടെ ആണെങ്കിൽ 1/2 ഡിവൈഡഡ് ബൈ റൂട്ട് 3/2. 2ഉം 2ഉം കട്ടാവും. ആൻസർ 1/√3. ഇവിടെ ആണെങ്കിൽ 1/√2 ഡിവൈഡഡ് ബൈ 1/√2. സെയിം നമ്പറിന് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 1 ആയിരിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ റൂട്ട് 3/2 ഡിവൈഡഡ് ബൈ 1/2. 2ഉം 2ഉം കട്ടാവും. ആൻസർ റൂട്ട് 3/1 എന്നാണ് വരിക. ഏത് ഡിവൈഡ് ബൈ 1 ചെയ്താലും ആ നമ്പർ ആയിരിക്കും. അപ്പോൾ റൂട്ട് 3. ഇവിടെ ആണെങ്കിൽ 1/0 എന്നാണ് വരിക അല്ലേ? 1/0 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറിന് ഡിവൈഡഡ് ബൈ 0 ചെയ്യുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ടാൻ 90ന് ഒരു വാല്യൂ ഇല്ല കേട്ടോ, നോട്ട് ഡിഫൈൻഡ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് തരൂല, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ടാൻ 90 നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു വാല്യൂ ടേബിൾ വളരെ എളുപ്പത്തിൽ പഠിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ ഒരു ട്രിക്ക് ഉപയോഗിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എക്സാം ആണെന്നായാലും കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ടോപ്പിക്കിൻ്റെ പേര് ലെങ്ത് ഓഫ് കോഡ്. അപ്പോൾ ഒരു സർക്കിളിലാണ് ഈ സംഭവം വരുന്നത്. ഒരു സർക്കിളിൽ വരുന്ന കോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സർക്കിളിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിൾ ഉണ്ട്. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ താഴ്വശം അഥവാ ട്രയാങ്കിളിൻ്റെ താഴ്വശമാണ് സർക്കിളിലെ കോഡുമാണ് അല്ല ഇത്. കോഡെന്ന് വെച്ചാൽ നമ്മൾ റേഡിയസ് ഇതാണെന്ന് നമുക്കറിയാം, ഡയമീറ്റർ ഇത് മുഴുവനായിട്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ കോഡെന്ന് വെച്ചാൽ റേഡിയസും ഡയമീറ്ററും അല്ലാതെ ഒരു സർക്കിളിലെ 2 ഭാഗങ്ങളെ ടച്ച് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ സർക്കിളിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനെയാണ് കോഡെന്ന് പറയുക. അപ്പോൾ ഇതൊരു കോഡാണല്ലോ, സർക്കിളിൻ്റെ 2 വശത്ത് ടച്ച് ചെയ്യുന്നുണ്ട്, സർക്കിളിലൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ്. റേഡിയസും അല്ല ഡയമീറ്ററും അല്ല, ഇതാണ് കോഡ്. അപ്പോൾ ഈ ലെങ്ത് ഓഫ് കോഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. L ഈസ് ഈക്വൽ ടു 2r സൈൻ c/2. r എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസ് ആണ്. പിന്നെ c/2 എന്നാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ c എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ അഥവാ സർക്കിളിൽ നമ്മളൊരു ട്രയാങ്കിൾ വരക്കുന്നു, ആ സെൻട്രലിലേക്ക് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രയാങ്കിൾ വരക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ സർക്കിളിൻ്റെ സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് c, അതിൻ്റെ പകുതിയാണ് c/2. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ
ഡയറക്റ്റായിട്ട് ഈ ആംഗിൾ തരും 60 ഡിഗ്രി എന്ന് അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ 60/2 എടുത്താൽ മതി. പക്ഷെ നമുക്ക് ചില ടൈമിൽ ഈ ആംഗിൾ അല്ല തരിക, നമ്മുടെ സർക്കിൾ ഇതേ കോഡ് സർക്കിളിൻ്റെ മുകൾ വശത്ത് ഉണ്ടാക്കുന്ന ആംഗിളായിരിക്കും നമുക്ക് തരാം. ഓക്കെ, ഈ ആംഗിളാണ് തരാം. ഈ ആംഗിൾ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, C/2 = x. ഈ ആംഗിൾ x ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ഒരു കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കും അതേ കോഡ് സർക്കിളിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കിവിടെ C/2 ആണ് ആവശ്യമുള്ളത്. പക്ഷെ നമുക്ക് C ആണ് ചില ക്വസ്റ്റ്യൻസിലൊക്കെ തരിക. അപ്പം നമ്മൾ അതിൻ്റെ പകുതി എടുക്കണം. ചില ടൈമിൽ നമുക്ക് ഈ ആംഗിൾ തരും. അപ്പം നമ്മൾ ഡയറക്റ്റ് ആ ആംഗിൾ എഴുതി കൊടുത്താൽ മതി, കാരണം അത് C/2 ആണ്. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ചില ക്വസ്റ്റ്യനിൽ ഇവിടെ ഒരു 60 ഡിഗ്രിയാണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ C/2ൻ്റെ അവിടെ 60/2 എന്ന് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ആംഗിളാണ് തരാം, അത് 30 ഡിഗ്രിയാണെന്ന് തരും. അപ്പം നമ്മൾ ഡയറക്റ്റ് ആ ആംഗിൾ അവിടെ ഇട്ട് കൊടുത്താൽ മതി. C/2ൻ്റെ അവിടെ 30 ഡിഗ്രി എന്ന് ഇട്ട് കൊടുത്താൽ മതി. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. L = 2r sin C/2. അപ്പോൾ ഇത് ഈ കോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്, അതൊന്ന് ആലോചിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഇപ്പോൾ പഠിച്ചു വെക്കാം. ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷേ അതിപ്പോൾ ചെയ്യാൻ തന്നാൽ ഞാൻ പറഞ്ഞോളൂ, നമ്മളൊരു കൺസെപ്റ്റ് വീഡിയോ ആണല്ലോ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ തന്നാൽ കുറച്ച് ലെങ്ത് ആയി പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഏകദേശം ഒന്ന് പറഞ്ഞു വെക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് കൊടുക്കാം. ടോപ്പിക്കിൻ്റെ പേര് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആൻഡ് എലവേഷൻ. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഒരിടത്തുനിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ഇതായിരിക്കും ആംഗിൾ ഓഫ് എലവേഷൻ. ഓക്കെ, ഇലവേഷൻ അതായത് മുകളിലേക്കുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇലവേഷൻ. ഇനി അതേ സ്ഥാനത്ത് അതേപോലെ താഴേക്ക് വരുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ പഠിക്കാൻ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പം താഴേക്കാണ് നോക്കുക. അപ്പോൾ ആ ആംഗിൾ, അതായത് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പം താഴേക്ക് നോക്കും. അപ്പോൾ നമ്മുടെ തലയിൽ നിന്ന് നേരെയുള്ള ലൈനും ആ താഴേക്ക് നമ്മൾ നോക്കുന്ന ഒരു ആംഗിളും, ഈ ഒരു ആംഗിളാണ് ഡിപ്രഷൻ. അത് ആലോചിച്ചാൽ മതി. പിന്നെ ചിലർ തെറ്റിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ട്രയാങ്കിൾ തരും, എന്നിട്ട് ആ ട്രയാങ്കിളുടെ ഈ ആംഗിളായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതായത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ കൂടുതൽ വരും ഇതിനെ ആംഗിൾ ഓഫ് ഡിപ്രഷനായിട്ട് എടുക്കും. അതല്ല നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷനായിട്ട് എടുക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ട്രയാങ്കിളിൻ്റെ മുകളിൽ നിന്ന് നേരെ ഒരു ലൈൻ വരക്കുക, എന്നിട്ട് ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഫുള്ള് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഈ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ആംഗിൾ ഓഫ് ഇലവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ വീണ്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ റിവർ. ഒരു റിവറിൻ്റെ എഡ്ജിൽ നിൽക്കുകയാണ് കേട്ടോ, ഒരു തറ്റത്ത് നിൽക്കുകയാണ് ഒരാൾ. സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ അറ്റ് എൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി. അപ്പോൾ അയാൾ ഒരു മരത്തിൻ്റെ ടോപ്പ്, മുകൾ വശം, ഓക്കെ, ട്രീ നമ്മൾ വരക്കാണ്, ആ ട്രീൻ്റെ മുകൾ വശം ഇവിടെയാണ് നമ്മുടെ മാൻ നിൽക്കുന്നത്, ഒരു 60 ഡിഗ്രി എലവേഷനിൽ കാണുകയാണ്. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രി ഇലവേഷൻ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് നോക്കുന്ന ആംഗിൾ. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? സ്റ്റെപ്പിംഗ് 20 meters ബാക്ക്. ഇയാൾ ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത്, പക്ഷേ 20 മീറ്റർ ബാക്കിലേക്ക് പോയപ്പോൾ, ഇയാൾ ഒന്ന് 20 മീറ്റർ ബാക്കിലേക്ക് ഒന്ന് മാറി നിൽക്കുകയാണ്. ബാക്കിലേക്ക് പോയപ്പോൾ ഈ സീസ് ഇറ്റ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 30 ഡിഗ്രി. ഇതേ മരത്തിനെ 30 ഡിഗ്രി ഇലവേഷനിൽ അയാൾ കാണുകയാണ്. ഓക്കെ, 30 ഡിഗ്രി എലവേഷനിൽ കാണുകയാണ്. ഡ്രോ റഫ് ഫിഗർ, നമ്മൾ റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. ആൻഡ് ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ. റിവറിൻ്റെ വിഡ്ത്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഒരു പുഴൻ്റെ തറ്റത്ത് നിന്നപ്പോൾ ആണ് ട്രീ 60 ഡിഗ്രിയിൽ കണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പുഴ എന്ന് പറയുമ്പം ഇതായിരിക്കുമല്ലോ അല്ലേ, പുഴൻ്റെ അപ്പുറത്തെ വശത്താണ് ട്രീ ഉള്ളത്. അപ്പം ഈ വിഡ്ത്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ചിത്രം ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ലൈന് മുഴുവനായിട്ട് 180 ആണ്. ഞാൻ നേരത്തെ അരിമറി സീക്വൻസിൻ്റെ ഒരു വീഡിയോയിൽ എങ്ങാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരു ലൈൻ മുഴുവനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് 180 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180 - 60 ചെയ്താൽ മതി, അതായത് 120. അപ്പോൾ ഈ ആംഗിൾ 120 ആണെന്ന് കിട്ടി. നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ഇങ്ങനെയുള്ളത് ഒരു ട്രയാങ്കിൾ അല്ലേ. ഇത് 120 ആണ്, ഇത് 30 ആണ്. ഒരു ട്രയാങ്കിളിൻ്റെ മുഴുവൻ ആംഗിൾസും ആഡ് ചെയ്താൽ 180 ആണ് കിട്ടേണ്ടത്.
അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 120 പ്ലസ് 30 അല്ലേ? 120യും 30യും 180 മൈനസ് ചെയ്താൽ ഈ ആംഗിൾ നമുക്ക് കിട്ടും. അതെത്രയാ? 180 മൈനസ് 150 30 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിളും 30 ഡിഗ്രി ആണെന്ന് കിട്ടി. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 20 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതേ സെയിം ആംഗിൾ ആണല്ലോ ഇവിടെയും ഉള്ളത് അല്ലേ? 30 ഡിഗ്രി തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡും 20 മീറ്റർ ആയിരിക്കും. അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് 20 മീറ്റർ ആയിരിക്കും. അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ട്രയാങ്കിളിലേക്ക് വരാം. ഓക്കെ, ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രയാങ്കിളിലേക്ക് വരാം. ഇത് നോക്കിയാൽ ഇത് 60 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഇതെന്തായിരിക്കും? 30 ഡിഗ്രി. ഇപ്പോൾ ഏത് ട്രയാങ്കിളാണ് ഇത്? 30, 60, 90 നമ്മൾ പഠിച്ചിട്ടുള്ള ട്രയാങ്കിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ട്രയാങ്കിൾ എവിടെ കണ്ടാലും നമ്മൾ അതിൻ്റെ റേഷ്യോ എഴുതി വെക്കുക. 30, 60, 90. 30ൻ്റെ ഓപ്പോസിറ്റ് 1, 60ൻ്റെ ഓപ്പോസിറ്റ് √3, 90ൻ്റെ ഓപ്പോസിറ്റ് 2. 1:√3:2. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് സൈഡാണ് 20 മീറ്റർ നമുക്ക് കിട്ടിയത്? 90ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. അപ്പോൾ ഇവിടെ 20 ആണെന്ന് കിട്ടി. ഇവിടെ 1 ആണെങ്കിൽ 1 × 2 ആണ് 2. അപ്പോൾ ഇവിടെ 20 ആണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി ആയിരിക്കുമല്ലോ ഇവിടെ ഉണ്ടാവുക. അതായത് 20/2 10. ഇനി ഇവിടെ ഏത് നമ്പർ ആണോ അതേ ×√3 ചെയ്താൽ 60ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കിട്ടും. അതെത്രയാണ്? 10√3 അല്ലേ? 10 × √3 10√3. അപ്പോൾ നമുക്ക് 3 സൈഡും കിട്ടി. അപ്പോൾ ഇത് 20 ആണ്. ഇനി 60ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എത്രയായിരിക്കും? 60ൻ്റെ ഓപ്പോസിറ്റ് 10√3. അപ്പോൾ 30ൻ്റെ ഓപ്പോസിറ്റ് 10. അപ്പോൾ നമ്മളോട് ചോദിച്ചത് റിവറിൻ്റെ വിഡ്ത്ത് അഥവാ 30ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ്. അപ്പോൾ റിവറിൻ്റെ വിഡ്ത്ത് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് എഴുതാം. സെൻറ്റിമീറ്റർ അല്ല, മീറ്റർ, കാരണം ക്വസ്റ്റ്യനിൽ മീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ വിഡ്ത്ത് ഓഫ് റിവർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ആൻസർ. വളരെ എളുപ്പത്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വീഡിയോയിൽ ഇത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം.